ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക കൊണ്ടുള്ളൊരു പച്ചടിയാണ്. നമ്മുടെ ഇലയൊക്കെ ഇട്ട് സദ്യ വിളമ്പുമ്പോൾ അതിൽ മെയിനായിട്ട് വിളമ്പുന്ന ഒരു കറിയാണ് വെള്ളരിക്ക പച്ചടി. അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ വെള്ളരിക്ക ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചിരകിയത്, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ വറുത്തിടാനായിട്ട് വറ്റൽമുളക്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കടുക്, കറിവേപ്പില, പിന്നെ നമുക്കിതിൽ മിക്സ് ചെയ്യാനായിട്ട് തൈര് വേണം. ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളരിക്ക ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി നമുക്കത് വേവണ സമയം കൊണ്ട് മിക്സിങ് അരച്ചെടുക്കാം. ആദ്യം 1 ടീസ്പൂൺ കടുക് വേണം. പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, കറിവേപ്പില, തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിങ് അരച്ചെടുക്കാം. നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒരുപാടായി പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കർ വിസിലടിച്ചു. 2 വിസിലടിച്ച് ഞാൻ ഇറക്കി വെച്ചു. ഇപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കണതിൻ്റെ അനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സിങ് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട്. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ തിളയ്ക്കാൻ വിടണം. തിളയ്ക്കാന്ന് വെച്ചാൽ തിളച്ച് പൊന്തി മറിയാൻ പാടില്ല. തിളച്ച് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കടുക് പൊട്ടിക്കണം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തിളയ്ക്കാൻ വയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ ചേർത്ത അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് പച്ചപ്പൊക്കെ മാറി കിട്ടും. ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു ചെറിയൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ്, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ ഇതിങ്ങനെ വച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയും മാറിപ്പോകരുത്, കരിഞ്ഞു പോവും. ഇനി നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം നമ്മുടെ കറിയിലേക്ക്. ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഇത് താളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.